ഡിയേഴ്സ്, വെൽക്കം. ഇനി നമുക്ക് തുടർന്ന് ചർച്ച ചെയ്യാനുള്ളത് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ പ്ലാനിംഗ് പ്രോസസ്സ്. പ്ലാനിംഗ് പ്രോസസ്സിൽ എന്തൊക്കെ സ്റ്റെപ്സുകൾ അടങ്ങിയിട്ടുണ്ട്? ലെറ്റ് us സ്റ്റാർട്ട് അവർ ഡിസ്കഷൻ. ഓക്കെ, സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ പ്ലാനിംഗ് പ്രോസസ്സ്. അപ്പോൾ ഫസ്റ്റ് ഒബ്ജക്റ്റീവ്സ്, സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. സെക്കൻഡ് വൺ ഡെവലപ്പിംഗ് പ്രിമൈസേഴ്സ്. അപ്പോൾ എന്തൊക്കെ സ്റ്റെപ്പുകളാണ്? ഒന്ന് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നു, ഡെവലപ്പിംഗ് പ്രിമൈസേഴ്സ്. തേർഡ് വൺ ഐഡന്റിഫൈയിങ് ഓൾട്ടർനേറ്റീവ്സ്. വ്യത്യസ്ത ഓപ്ഷൻസുകൾ എന്തൊക്കെ ഓപ്ഷൻസുകൾ നമുക്ക് അവൈലബിൾ ആണ്, നമ്മൾ ചെയ്യാൻ പോകുന്ന പ്ലാനിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവാലുവേറ്റിംഗ് ദ ഓൾട്ടർനേറ്റീവ്സ്. ഓരോ ഓൾട്ടർനേറ്റീവ്സിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവാലുവേറ്റ് ചെയ്യുന്നു, വിലയിരുത്തുന്നു. ഓൺ ദ ബേസ് ഓഫ് ദാറ്റ് വി ആർ സെലക്ടിങ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്സ്. ബെസ്റ്റ് വൺ നാം സെലക്ട് ചെയ്യുന്നു, നമുക്ക് വേണ്ടത് ബെസ്റ്റ് വൺ ആണ്. ആൻഡ് ദെൻ വി ആർ ഇംപ്ലിമെന്റിംഗ് ദ പ്ലാൻ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ആൻഡ് ഫൈനലി വി ആർ കണ്ടക്ടിങ് എ ഫോളോ അപ്പ് ആക്ഷൻസ് ഓർ ആക്ടിവിറ്റി. അപ്പോൾ ഇതാണ് various steps included in planning process. So let us discuss one by one. Okay, steps in planning. അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് സെറ്റിംഗ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ സെറ്റ് ചെയ്തേ പറ്റൂ. എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് എയിംസ് വാട്ട് ദ ഓർഗനൈസേഷൻ വാണ്ട്സ് ടു അച്ചീവ്. For example, an increase in sales by 20%. 20% നമ്മൾ സെയിൽസ് വർദ്ധിപ്പിക്കുക. അതൊരു ഒബ്ജക്റ്റീവ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ഇറ്റ് കുഡ് ബി ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓക്കെ, ഡെവലപ്പിംഗ് പ്ലാനിംഗ് പ്രിമൈസേഴ്സ്. നമ്മൾ ഒരു ഡെവലപ്പ് ചെയ്യാണ് പ്ലാനിങ്ങിൻ്റെ പ്രിമൈസേഴ്സ്. സർട്ടൻ അസംഷൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്യാണ്, ചില ഊഹങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്യാണ്. നമ്മൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ വരും എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യും. സോ ഡ്യൂ ടു ഇറ്റ്സ് കണക്ഷൻ വിത്ത് ദ ഫ്യൂച്ചറായിട്ട് ഇതിൻ്റെ കണക്ഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ വിച്ച് ഈസ് അൺസർട്ടൺ, എ മാനേജർ ഈസ് റിക്വയർഡ് ടു മേക്ക് സർട്ടൻ അസംഷൻസ് അബൌട്ട് ദ ഫ്യൂച്ചർ. ചില അസംഷൻസുകൾ മാനേജർ ചെയ്തേ പറ്റൂ, ബിക്കോസ് ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ഫ്യൂച്ചർ ആൻഡ് ദാറ്റ് ഈസ് അൺസർട്ടൺ. അനിശ്ചിതാവസ്ഥ നിറഞ്ഞതാണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഐഡന്റിഫൈയിങ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. വ്യത്യസ്ത ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ നമ്മുടെ മുന്നിലുണ്ടാവും. അപ്പോൾ ഈ പിക്ചറിൽ കാണുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് വ്യത്യസ്ത ഓപ്ഷൻസുകളാണ്. ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തന്നേ ഉള്ളൂ. ആ വ്യത്യസ്ത ഓപ്ഷൻസുകളിൽ ഏത് ഓപ്ഷൻ സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കാനുള്ളത്. അപ്പോൾ ഐഡന്റിഫൈയിങ് ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. ആഫ്റ്റർ ദ എബോവ് സ്റ്റെപ്പ് നെക്സ്റ്റ് ഫംഗ്ഷൻ ഈസ് ഐഡന്റിഫൈയിങ് ഓൾ പോസിബിൾ ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. എക്സാമ്പിൾ ആയിട്ട് പറയാം, എൻ ഇൻക്രീസ് ഇൻ ദ സെയിൽസ് ഓഫ് എൻ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിൻ്റെ സെയിൽസ് വർദ്ധിപ്പിക്കുക, അതൊരു ഓപ്ഷനാണ്. അല്ലെങ്കിൽ പ്രൊഡ്യൂസിങ് ആൻഡ് സെൽ എ കംപ്ലീറ്റ്ലി ന്യൂ പ്രോഡക്റ്റ്. അപ്പോൾ നമ്മുടെ പ്ലാനിൻ്റെ ബേസിൽ നമ്മുടെ മുന്നിലേക്ക് വരുന്ന സർട്ടൻ ഓപ്ഷൻസ് ആണ് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇവാലുവേറ്റിംഗ് ഓൾട്ടർനേറ്റീവ് കോഴ്സസ്. ഓൾട്ടർനേറ്റീവ് കോഴ്സുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവാലുവേറ്റ് ചെയ്യുന്നു, വിലയിരുത്തണം. ദ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് ഓഫ് ഈച്ച് പ്രപ്പോസൽ നീഡ് ടു ബി ഇവാലുവേറ്റഡ് ഓൺ ദ ബേസ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ടു ബി അച്ചീവ്ഡ്. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ പാകത്തിൽ ഓരോ പ്രപ്പോസലിൻ്റെയും ഓരോ പ്ലാന്റെയും പോസിറ്റീവ്സും നെഗറ്റീവ്സും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം, വിലയിരുത്തണം. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്ലാനിൻ്റെ ഫീസിബിലിറ്റി എത്രത്തോളം ഉണ്ട്, അതിൻ്റെ ആഫ്റ്റർ ഇഫക്ട്സ് എത്രത്തോളം ഉണ്ട്, ഇത് പോസിറ്റീവ്സും ഇതിൻ്റെ ഇത്തരം രീതിയിലുള്ള പോസിബിലിറ്റീസും നെഗറ്റീവ്സുകളൊക്കെ തന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. സിലക്ടിങ് ദ ബെസ്റ്റ് പോസിബിൾ ഓൾട്ടർനേറ്റീവ്. അപ്പോൾ വ്യത്യസ്ത ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ അതിലെ ബെസ്റ്റ് വൺ നമ്മൾ സെലക്ട് ചെയ്യണം. സോ ഇറ്റ് ഈസ് നോൺ ആസ് എ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് on the basis of its positives and negatives. Sometimes certain managers select a combination of plans instead of one best plan.
ഒരു കോമ്പിനേഷൻ ഓഫ് പ്ലാൻ സെലക്ട് ചെയ്യും. ഒരു ബെസ്റ്റ് പ്ലാൻ സെലക്ട് ചെയ്യുന്നതിന് പകരം ചില മാനേജേഴ്സ് എന്ത് ചെയ്യും, കോമ്പിനേഷൻ ഓഫ് പ്ലാൻ സെലക്ട് ചെയ്യും. കാരണം ഒന്ന് തകിടം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റതിൽ അഡ്ജസ്റ്റ് ചെയ്യാനാണ് ഇത്തരം രീതികൾ അവർ ചെയ്യുന്നത്. ഓക്കെ, ഇംപ്ലിമെന്റിംഗ് ദ പ്ലാൻ, അനദർ സ്റ്റെപ്പ്, ഇംപ്ലിമെന്റിംഗ് ദ പ്ലാൻ. ആക്ഷനിലേക്ക് വരികയാണ്. വൺസ് ദ പ്ലാൻസ് ആർ ഡെവലപ്ഡ്, ദേ മസ്റ്റ് ബി പുട്ട് ഇൻ ടു ആക്ഷൻ. For this, managers must communicate the plans to all employees and allocate resources. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കമ്മ്യൂണിക്കേഷനും മാനേജേഴ്സ് എംപ്ലോയീസുമായിട്ട് നടത്തണം. അതേപോലെ അവർക്ക് വേണ്ട വിഭവങ്ങൾ നൽകുകയും ചെയ്യാം. ആൻഡ് ഫൈനലി എ ഫോളോ അപ്പ് ആക്ടിവിറ്റി ഈസ് അണ്ടർടേക്കിംഗ്. അതൊരു വിലയിരുത്തലാണ്. നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ ഓക്കെ ആണോ അല്ലയോ. In this step, managers monitor the plan carefully to ensure that whether the assumptions are true in the present condition or not. Okay.